ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ശിവാനി ഗർഭിണിയല്ല എന്നുള്ള സത്യം നിധി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ശിവാനി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ താഴെയാണെങ്കിലോ പ്രണവ് ഇങ്ങനെ ശിവാനിക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നിർമ്മലയാണെങ്കിൽ അപ്പുറത്തായിട്ട് ഇങ്ങനെ അടിച്ചു വരിക. ആ സമയം നിധി റൂമിൽ നിന്ന് വരുമ്പോഴാണ് ശിവാനി ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്നത്. പക്ഷെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്നത്. നല്ല ഹീലുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുന്ന നിധിയും ഈ പറയുന്ന നിർമ്മലയും ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ഇവളൊരു ഗർഭിണിയാണ്, എന്നാൽ ആ ഒരു തോന്നൽ ഇവളിലില്ല. ഇവളെ എന്തേക്ക് ഇടുന്ന് കാട്ടുന്നേ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പെട്ടെന്ന് ശിവാനി അത് കാണണം കേട്ടോ. അത് നിധി നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ പ്രണവ് പൊട്ടനായതുകൊണ്ട് തന്നെ പ്രണവ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രണവ് ഫ്രൂട്ട്സ് ഒക്കെ തൊലി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, പ്രണവ് പ്രണവ് എന്ന് പറഞ്ഞ് പതുക്കെ വിളിക്കണം കേട്ടോ. നിധി തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ 4 അടി സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും പിന്നീട് മുടഞ്ഞിലൊക്കെ ആയി കേട്ടോ. അങ്ങനെ പ്രണവിന്റെ അരികിലോട്ട് വന്നിട്ട് പറയാണ്, പ്രണവ് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് തീരെ വയ്യ. 4 അടി നടക്കുമ്പോഴേക്കും എനിക്ക് നല്ല നടുവേദനയും ബാക്ക് പെയിനും ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന പ്രണവ് പറഞ്ഞു, ഈ സമയം നീ ഒരു ഗർഭിണിയല്ലേ? ഇങ്ങനെ പ്രണവ് പറയണ്ടേ, ഇത് ഈ സമയത്തുള്ള ആ ഒരു കേടാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിധിയുടെ ഉള്ളിൽ സംശയം മുളപൊട്ടിയിരിക്കുന്നു. നിധി ഇവള് ഗർഭിണിയല്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. ഇവൾ ഗർഭം നടിക്കുകയാണെന്ന് മനസ്സിലായി. എന്നാൽ അത് വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് നിധി ഇങ്ങനെ തീരുമാനിക്കണം. പിന്നീട് പ്രണവ് ഇങ്ങനെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പൊ ഉടൻ തന്നെ എന്തിനാ എത്ര തോന്നുന്നു ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നത്? നിങ്ങൾ 3 പേരല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന ശിവാനി, 3 പേരോ എന്താ നീ പറയുന്നത്? അതെ, 3 പേർക്കുള്ള ഫ്രൂട്ട്സ് അല്ലേ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ പ്രണവിന് ഈ പറയുന്നത്? 3 പേരോ? ആര് 3 പേര്? നമ്മൾ 2 പേരല്ലേ ഇവിടെ ഉള്ളൂ. എന്റെ കാര്യമില്ല, നിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോഴും താൻ ഗർഭിണിയാണെന്നുള്ള സത്യം ശിവാനി മറന്നിരുന്നു കേട്ടോ. അങ്ങനെ ശിവാനി വീണ്ടും പ്രണവിനോട് പറയാ, ഇത്രയും തോന്നെ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് 2 പേർക്കും കഴിക്കാൻ വേണ്ട. ഇത് എനിക്ക് കഴിക്കാനല്ല, നിനക്ക് കഴിക്കാൻ. നിങ്ങൾ 3 പേരല്ലേ? അപ്പോഴും പറയുന്നത് കേൾക്കുമ്പോ എന്താ നീ പറയുന്നത്? നീ ഒരു ഗർഭിണിയല്ലേ? നിന്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളല്ലേ, ട്വിൻസ് അല്ലേ എന്ന് പറയുമ്പോ ഈശ്വര, എന്തൊരു പിടിയാണ്. ഞാനത് മറന്നിരിക്കുന്നു. ഈശ്വര, ഇപ്പൊ പിടിക്കപ്പെട്ടിരുന്നു. ദൈവാധീനം. അപ്പോഴേക്കും ഇവന്റെ വായിൽ നിന്ന് തന്നെ ആ സത്യം പറയാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്നെ പിടിക്കപ്പെട്ടിരുന്നു എന്നാ ലെവലില് ഇങ്ങനെ ശിവാനി നിൽക്കുമ്പോ നിധിക്ക് കൂടുതൽ സംശയമായിട്ടോ. തീർച്ചയായും ഇവൾ എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പിടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നിർമ്മലയുടെ അരികിലോട്ട് നിധി ചെല്ലാണ്. പിന്നീട് നിധി പറയുന്നുണ്ട്, നിർമ്മല ആന്റി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണോ? ഇത് കേട്ടോടുന്ന ഞാൻ നിന്നെ വരെ എന്റെ മോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് ചെയ്യേണ്ടത് അതൊന്നല്ല, ഇത് കുറച്ച് ടാസ്ക് ആണ്. അത് കേട്ടോടുന്നതിന് എന്താണെങ്കിലും നീ പറഞ്ഞോളൂ എന്ന് നിർമ്മല പറയുമ്പോ ഉടൻ തന്നെ പറയണേ, അതെ, നീ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിർമ്മല ആന്റി ചെയ്യേണ്ട കാര്യം, ഞാൻ ശിവാനിയുടെ റൂം ഒന്ന് പരിശോധിക്കാൻ പോവാണ്. അതെന്തിനാ? അവൾ ഗർഭിണിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ടോടനെ, അത് നീ പറയുന്നത് സത്യമാണ്, അവൾ ഗർഭിണിയല്ലെന്ന സത്യം എനിക്കും തോന്നിയതാണ്. അത് കേൾക്കുന്നതിനോടുകൂടി ആണല്ലോ, തോന്നിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവളുടെ റൂം പരിശോധിക്കുന്നത്. അതിങ്ങനെ അവളുടെ റൂമിൽ എന്തെങ്കിലും ഫയലുകൾ ഇരിപ്പുണ്ടാവും, അതിൽ നിന്നും അവളെ ഗർഭമുണ്ടോ ഇല്ലേന്ന് കണ്ടെത്താൻ കഴിയും. ആ സമയം അവൾ അങ്ങോട്ടേക്ക് കയറി വന്നാലോ? അതാണ് ആന്റിയുടെ മിടുക്കെന്ന് പറഞ്ഞത്. ആന്റി അവളെ ആ റൂമിലോട്ട് കയറി വരാതിരിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിർത്തണം. അയ്യോ, ശിവാനി ബുദ്ധിമതിയാണ്, ഒരിക്കലും എന്നെ കൊണ്ട് നടക്കത്തില്ല. അത് കേട്ട ഉടനെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആന്റി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ചില സത്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? പ്രണവ് വിഡ്ഢിയാവുകയല്ലേ? അങ്ങനെ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്റെ ആന്റി. ഇതാണ് ആന്റിയുടെ പ്രശ്നം. ഇവിടെ ഇപ്പോ എന്റെ പാറു ആയിരുന്നെങ്കിൽ തീർച്ചയായും പാറുവിന് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയും. പല അടവുകൾ പ്രയോഗിച്ച് പാറു ഇവിടെ ശിവാനി ഇങ്ങനെ പിടിച്ചു നിർത്തുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിർമ്മല ശരി നോക്കാം എന്ന് പറയണം. എന്നാൽ ഈ സമയം ശിവാനി കാണാത്ത മുകളിലോട്ട് നിധി കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ ശിവാനിക്കാണെങ്കിൽ പ്രണവ് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴാ പറഞ്ഞത് ഇല്ലേ? അത് ഞാൻ മറന്നുപോയി. എനിക്ക് എങ്ങനെയുള്ള കാര്യം ഞാൻ
പലപ്പോഴായി മറക്കുന്നുണ്ട്. എന്തായാലും തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ പ്രണവിന്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ഈ മണ്ടനോട് ഞാൻ 4 കുട്ടിയെന്ന് പറഞ്ഞാൽ 4 പേർക്കുള്ള ഫ്രൂട്ട്സ് ഇവൻ വെട്ടിവെക്കുവോ, എന്തൊരു മണ്ടനാണ് ഇവൻ എന്നിങ്ങനെ ശിവാനി പ്രണവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി എന്ത് ചെയ്യുന്നു, ശിവാനിയുടെ റൂമിലെത്തിയിരിക്കുകയാണ്. പിന്നീട് ബെഡിനടിയിലോട്ട് നോക്കുകയാണ്. എന്നും വെക്കുന്ന ആ ഭാഗത്ത് മരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ മരുന്ന് വെക്കുന്നില്ല. അത് കാണുന്ന ശിവാനി നിധി എന്തിനാ, ഇവളിപ്പോ എവിടെയായിരിക്കും മരുന്ന് കൊണ്ടുവച്ചിട്ടുണ്ടാവുക, അപ്പൊ ഇവള് ഗർഭിണി തന്നെ ആയിരിക്കുമോ, മരുന്ന് കഴിക്കുന്നുണ്ടാവും, ഇനി എന്റെ സംശയമായിരിക്കുമോ എന്ന് തന്നോട് തന്നെ പലവട്ടങ്ങളായി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നിധി എന്ത് ചെയ്യുന്നു, പതുക്കെ ഇപ്പുറത്തെ ബെഡിനെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ അതിലൊരുപാട് മരുന്നുകൾ പഴയതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി അപ്പൊ അവള് മരുന്ന് കഴിക്കുന്നില്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവള് ഗർഭിണിയല്ല, ഇവള് കബളിപ്പിക്കപ്പെടുകയാണ് ഈ പറയുന്ന പ്രണവിനെ. അത് തെളിയിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. പിന്നീട് ശിവാനിയുടെ ആ ഒരു അലമാറൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫയല് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിലും ഒന്നും തന്നെയില്ല. പിന്നീട് വേറൊരു ഭാഗത്ത് നോക്കുന്നുണ്ട്. അപ്പോഴും ഒന്നും തന്നെയില്ല. ഈ സമയം ശിവാനി താഴെ പ്രണവിനോട് പറയാ, എനിക്ക് മതി, ഫ്രൂട്ട്സ് കഴിച്ച് വയറ് വീർത്തു പ്രണവ്, എനിക്ക് വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ കഴിക്കണം, എനിക്ക് വേണ്ടാഞ്ഞിട്ട പ്രണവ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരാൾക്ക് വയറ്റിൽ സ്ഥലമുള്ളതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് മതിയെന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഈശ്വര, നിധി ഇവളുടെ റൂമിലുണ്ടല്ലോ, ഇവള് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടുപോകും. എന്താപ്പ ഇതിനൊരു വഴി, ഇവളെവിടെ തടഞ്ഞു നിർത്താൻ. അങ്ങനെ ശിവാനി അവിടെ നിന്ന് എണീറ്റ് പതുക്കെ പോവാണ് കേട്ടോ. അപ്പൊ ആ സമയം നിർമ്മല പെട്ടെന്ന്, ശിവാനി ഒന്നവിടെ നിന്നേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത്, നിങ്ങളൊരു വീട്ടുവേലക്കാരിയല്ലേ. അത് കേട്ടോടനെ പ്രണവ് ഇങ്ങനെ നോക്കി നിൽക്കാണ്. ശിവാനി, നീ ഒരു ഗർഭിണിയല്ലേ, നീ ആ ഫ്രൂട്ട്സ് ഫുള്ള് കഴിക്ക്, ഭക്ഷണം കുറച്ച് കഴിഞ്ഞാലും ആരോഗ്യത്തിന് നല്ല കാര്യമല്ലേ ഫ്രൂട്ട്സ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, എന്റെ കാര്യങ്ങൾ പ്രണവ് നോക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അത് കേട്ടോടെ തന്നെ പ്രണവ്, നല്ല കാര്യമല്ലേ അവര് പറഞ്ഞത്, അതിപ്പോ ഒരു വേലക്കാരി എന്നൊന്നും നോക്കണ്ട ശിവാനി. ആയിക്കോട്ടെ പ്രണവ്, ഇപ്പൊ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, ഇനി കൂടുതൽ കഴിച്ചതൊക്കെ ഇങ്ങ് പുറത്തു വരും എന്നും പറഞ്ഞിട്ട് വീണ്ടും പോവാൻ നിൽക്കുമ്പോ, ശിവാനി നീ എന്താ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് നിർമ്മല വീണ്ടും നിർത്തുകയാണ്. എന്താ നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ശിവാനി ചോദിക്കാണ്. അപ്പോൾ തന്നെ, അല്ല നിന്റെ കാലിലെന്താ, എന്റെ കാലിലെന്താ. അപ്പോഴേക്കും പ്രണവ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സാരി ഇങ്ങനെ ചുരിദാർ ഇങ്ങനെ പൊക്കി കാണിക്കാൻ പറയണേ. അങ്ങനെ ഇനി എന്ത് ഹീലുള്ള ചെരുപ്പാണ് ഇട്ടേക്കുന്നത്, അത് മാത്രമല്ല നിന്റെ കാലിലെ നഖം എന്തുമാത്രം വളർന്നിരിക്കുന്നു. അത് കേൾക്കുന്ന ശിവാനി, നിങ്ങൾക്ക് എന്താ എന്റെ കാലിലെ നഖം വളർന്നു എന്ന് കരുതി നിങ്ങൾക്ക് എന്താ പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് നഖം വളർത്തുന്നത് തീരെ ശരിയല്ല, അത് കുഞ്ഞിനാണ് ദോഷം. അത് കേൾക്കുന്ന പ്രണവ് ചാടി എണീക്കാണ്. എന്താ ഈ പറയുന്ന കുഞ്ഞിന് ദോഷമെന്നോ. അത് കേൾക്കുന്ന ശിവാനി, ഇവരെന്തൊക്കെ അസംബന്ധം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രണവ് നീ വിശ്വസിക്കാതെ, എന്താണെങ്കിലും ആര് പറഞ്ഞത് ഇപ്പൊ വിശ്വസിക്കാം, കാരണം നമ്മുടെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവര് പറഞ്ഞതങ്ങ് കേട്ടേക്ക്, നഖം അങ്ങ് വെട്ടിയേക്ക്. അത് കേൾക്കുന്ന നിർമ്മല, ഈശ്വര രക്ഷപ്പെട്ടു, എന്തായാലും ഞാൻ നെൽക്കട്ടർ എടുത്തു വരാം എന്ന് പറഞ്ഞ് നിർമ്മല പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നിധി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര തെരഞ്ഞിട്ടോ ആ റൂമിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല, മരുന്നുകൾ മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ പിന്നീട് നിധി എന്ത് ചെയ്യുന്നു ചിന്തിക്കാണ്. അപ്പൊ താഴെ നഖം വെട്ടൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ നഖം വെട്ടുന്നതിനിടയിൽ ഇവരെ കൊണ്ട് ഓരോ ബുദ്ധിമുട്ട്, ഇവരെന്തിനായിരിക്കും ശരിക്കും എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്, ഇവർക്ക് എന്തോ ലക്ഷ്യം നേടാനുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം എന്ന് ശിവാനി ചിന്തിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ശിവാനിയുടെ ഫോണ് മുകളിൽ നിന്ന് റിങ് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന നിർമ്മല ഒന്നും ഞെട്ടാണ്. ഈശ്വര, ഇവളിപ്പോ എണീറ്റ് പോലോ, നിധിയെ പിടിക്കപ്പെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിധി എന്ത് ചെയ്യുന്നു, ആ ഫോൺ അടിച്ചു എന്ന് കണ്ട ഉടനെ തന്നെ നിധി പെട്ടെന്ന് പുറത്തോട്ട് കിടക്കാണ്. അപ്പോഴേക്കും ശിവാനി ആ ഫോൺ എടുക്കാൻ ആ ഒരു സോഫയിൽ നിന്ന് എണീക്കാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിർമ്മല പറയണേ, ഞാൻ എടുത്തു കൊണ്ടുവരാം, എന്റെ ഫോൺ എനിക്ക് എടുക്കാൻ അറിയാം. അപ്പോഴേക്കും പ്രണവ് പറയണേ, എന്നാ ഞാൻ എടുത്തു കൊണ്ടുവരാം. വേണ്ട പ്രണവ്, ഇവര് പറയുന്നത് പോലെയുള്ള നഖം വളരലൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്നെ വെട്ടിക്കോളാം, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നിധി മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ശിവാനി കയറി വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ നിധി എന്ത് ചെയ്യുന്നു, തൻ്റെ ഒരു ഓർമ്മയിൽ വരികയാണ്, ആ ഫയല് ബെഡിലാണല്ലോ ഇട്ടത്, ഇഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഫയല് ആ ബെഡിൽ നിന്ന് മാറ്റാൻ വീണ്ടും ശിവാനിയുടെ റൂമിലോട്ട് കയറാണ്. അപ്പോഴേക്കും ശിവാനി റൂമിന്റെ കതകിന്റെ അടുത്ത് എത്തുകയെന്ന് കാണുമ്പോൾ കതകിന്റെ പിറകിലോട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ഈ ഫോൺ എടുക്കാൻ ഓടി വരുമ്പോൾ ഉടൻ തന്നെ ശിവാനി അതിൽ നോക്കുമ്പോൾ ഈ പ്രൊമോഷൻ കോളാണല്ലോ, എന്തൊരു കഷ്ടമാണ്, ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്
ആ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. പിന്നീട് ശിവാനി പുറത്ത് കിടക്കുകയാണ്. അതേസമയം നിധിയാണെങ്കിലോ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തായാലും ഡോക്ടറോട് തന്നെ ചോദിക്കാം, ഡോക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്നും കരുതിയിട്ട് നിധി പെട്ടെന്ന് ഡോക്ടറുടെ അരികിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഡോക്ടറുടെ അരികിലോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറുടെ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ, ഈശ്വര ഇതെന്താ ഈ നിധി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു, ഞാൻ പെട്ടല്ലോ എന്ന ഭയപ്പാടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിധി, എന്താ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പരവേശം, ഒരു പരിഭ്രാന്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്കെന്തിനാ നിങ്ങളെ കാണുമ്പോൾ പരിഭ്രാന്തി എന്ന് ചോദിക്കാൻ കേട്ടാ. ഉണ്ടല്ലോ ഡോക്ടറുടെ മുഖത്ത് അത് നന്നായി എനിക്ക് വ്യക്തമായി കാണാനുണ്ട്. അത് കേട്ട ഉടനെ എന്താ നിധി നീ എന്തിനാ വന്ന്, ചില കാര്യങ്ങൾ എനിക്ക് അറിയണം, അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അതെ ഈ ശിവാനി ഗർഭിണിയാണോ? ഇതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ശിവാനി ഗർഭിണിയാണ്, ശിവാനിയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, ഇതിനിപ്പോ തനിക്കെന്താ പ്രശ്നം? അത് കേട്ട ഉടനെ ഡോക്ടർ നിങ്ങൾ പരിശോധിക്കുന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം, ശിവാനി ഗർഭിണിയല്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ ശിവാനി ഗർഭിണിയാണ് കുട്ടി. അത് കേട്ട നിധി പറയുന്നത്, അതെ ശിവാനി ഇപ്പൊ തലചുറ്റി വീണു, എന്നിട്ട് വേറൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി. ഗൗതം നിങ്ങളെപ്പോലെയുള്ള ഒരു ഡോക്ടർ ഒരിക്കലും ഒരു ഡോക്ടറായി നിലനിൽക്കാൻ പാടില്ല. നിങ്ങളുടെ പണി തന്നെ കളഞ്ഞ് നിങ്ങളെ ജോലിയിൽ നിന്നും മാറ്റി പിന്നീട് നിങ്ങൾ ജയിലിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഗൗതം അവിടെ കയറ് പൊട്ടിച്ച് നിൽക്കുകയാണ്. അത് കേട്ടോടെ തന്നെ ഡോക്ടർ ഒന്ന് പേടിക്കുന്നു കേട്ടോ. എന്നിട്ട് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ശിവാനി ഗർഭിണിയല്ലെന്ന്, ശിവാനിക്ക് ഗർഭമില്ലെന്ന്. ഒരു ഗർഭത്തിനൊക്കെ ഡോക്ടർ കള്ളത്തരത്തിന് എന്തിനാണ് കൂട്ടു നിൽക്കുന്നത്? അത് കേൾക്കുന്ന ഡോക്ടർ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈശ്വര ഇനി എന്താ ഞാൻ പറയാ, ഇവള് ശരിക്കും എന്നെ പറ്റിക്കുകയാണോ, അതാ ഇനി ഉള്ളതാണോ? ഇതാണെങ്കിലോ ശിവാനി എന്നോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഇനി എന്ത് ചെയ്യാൻ എന്നൊക്കെ എന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ ഡോക്ടർ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ ഒരു വരൾച്ച പോലെ എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ ശബ്ദത്തിന് ഒരു ഇടർച്ച, നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതുപോലെ. അത് കേട്ടോടെ തന്നെ അതെ ഞാൻ ഉള്ളത് പോലെ പറഞ്ഞു, അവൾ ഗർഭിണിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ലേ? എനിക്ക് മനസ്സിലായി നിധി, നീ ആദ്യം ഗർഭിണിയാവാത്തതിന്റെ ദേഷ്യത്തിൽ അവൾക്ക് അബോർഷന്റെ മരുന്ന് കൊടുത്ത് നീ ആ കുഞ്ഞിനെ കളയാൻ നോക്കിയവളല്ലേ? അത് കേട്ട ഉടനെ തന്നെ അങ്ങനെ ഈഗോ എന്റെ മനസ്സിലില്ല, അത് നിങ്ങൾക്കുണ്ടാവും, ഈ പറയുന്ന ശിവാനിക്കുണ്ടാവും. നിധിക്ക് അങ്ങനെ ഒരു ഈഗോ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കാണാൻ ഇപ്പോൾ ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന ശിവാനി കള്ളത്തരമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യങ്ങൾ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു, അവളൊരു ഗർഭിണിയല്ലെന്നുള്ള സത്യം അറിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു കുടുംബമുണ്ടെന്ന് കരുതി മാത്രം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം കേൾക്കണം. ഇവിടെ ഗൗതം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിരിക്കുകയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്ന ഡോക്ടർക്ക് പതറാണ്. എന്നിട്ട് ഡോക്ടർ പറയണേ, നിധി ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞു. എൻ്റെ അടുത്ത് ശിവാനി ഒരുപാട് പണം തന്നപ്പോൾ നിന്നേക്കാൾ മുന്നേ അവൾ ഗർഭിണിയാണെന്നുള്ള സത്യം പുറത്തു വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ള സത്യം അങ്ങ് പറയാണ് കേട്ടോ. ഇതോടുകൂടി നിധിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. ഇനി ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.